രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വിവരങ്ങളുമായി രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജാമ്യം വേണം എന്ന ആവശ്യമാണ് കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ലൈംഗികാതിക്രമ കേസിൽ രഞ്ജിത്തിനൊടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. വോട്ട് ചെയ്യുന്നതിന് പോലും ജാമ്യം ലഭിക്കാതെ രഞ്ജിത്തിന് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാരവനിൽ വെച്ച് നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നതായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചുമത്തിയ കേസ്. കടവന്ത്ര പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ കേസിൽ നേരത്തെ രഞ്ജിത്ത് ജാമ്യം നൽകിയിരുന്നു. ജാമ്യാപേക്ഷ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരുന്നു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് രഞ്ജിത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. രഞ്ജിത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണ്. ഇതിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ ആവശ്യപ്പെട്ടിരുന്നു. ആ കസ്റ്റഡിയിലേക്ക് പോലീസിനെ രഞ്ജിത്തിനെ കോടതി വിട്ടു നൽകുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അത്തരം അന്വേഷണം, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയായ സാഹചര്യത്തിലാണ് കൂടുതൽ കസ്റ്റഡി ആവശ്യമില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. തുടർന്ന് എറണാകുളം സബ് ജയിലിൽ കഴിയുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രഞ്ജിത്തിന് കോടതി ജാമ്യം കൂടി അനുവദിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ വേണ്ടി ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യം രഞ്ജിത്ത് ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. രഞ്ജിത്തിന്റെ അപേക്ഷ തള്ളുകയായിരുന്നു. ശരി, കോടതിക്ക് മുന്നിൽ നിന്ന് ഇപ്പോൾ SS ശരൺ കൂടിയുണ്ട്. ശരൺ, ഇപ്പോൾ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ 2 തവണ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ എന്തൊക്കെ കർശനമായ ജാമ്യ വ്യവസ്ഥകളാണുള്ളത്? സ്മൃതി, ജാമ്യ വ്യവസ്ഥയുടെ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഉടൻ തന്നെ നമുക്കത് ലഭ്യമാകും. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് ഉത്തരവ്. കഴിഞ്ഞ മാസം 31-നാണ് തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം റിമാൻഡിൽ പോകുന്നു. പിന്നീട് 2 ദിവസത്തേക്ക് പോലീസിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നു. ആ ഘട്ടത്തിൽ തെളിവെടുപ്പ് നടപടികളും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും ഒക്കെ തന്നെ പൂർത്തിയാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ രഞ്ജിത്ത് ഉന്നയിച്ചിരുന്ന വാദം ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ളതാണ്. സംവിധായകൻ എന്ന നിലയിൽ താൻ യുവനടിയുടെ അഭിനയത്തെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിമർശനത്തെ തുടർന്ന് ഈ യുവനടിക്ക് വൈരാഗ്യം വരുന്നു. അങ്ങനെ ആ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരാതി വന്നത് എന്നുള്ളൊരു ആരോപണമാണ് രഞ്ജിത്ത് ഉന്നയിച്ചിരുന്നത്.